പിന്നെ വേറൊരു കാര്യം, ഈ ഡോഗിന്റെ വേറൊരു കാര്യം അറിയാം. ഇപ്പൊ യവൻ ഇതിനകത്താണ് അല്ലെ, ഇതിന്റെ പുറത്ത് വന്നിട്ട് കുറച്ച് ഡോഗ് ഉണ്ട് കേട്ടോ. അപ്പം അവരൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്ക് യവൻ ഇതിനകത്ത് കിടന്നുകൊണ്ട് ഭയങ്കര ബഹളമാണ്, ഭയങ്കര കുറച്ചിലാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ യവൻ ഇപ്പൊ വെളിയിൽ പോയി എവരെയൊക്കെ ഇപ്പൊ അടിച്ച് റെഡിയാക്കും, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് യവൻ അങ്ങ് അഴിച്ചുവിട്ട്. യവനെ അഴിച്ചുവിട്ടപ്പോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ അങ്ങോട്ടും പോണ്ട, പ്രശ്നവും ഉണ്ടാക്കണ്ട, സംസാരിക്കുകയും വേണ്ട. അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലേ, പുറത്തിരുന്ന് സേഫ് സോണിലിരുന്നിട്ട് ഇപ്പൊ ഈവൻ നമുക്ക് കാറിനകത്തിരുന്നോ അല്ലെങ്കിൽ ബെഡ്റൂമിനകത്തിരുന്നോ അല്ലെങ്കിൽ വീട്ടിനകത്തിരുന്നോ ഒക്കെ നമുക്ക് എന്തും പറയാം, ആൾക്കാരെ അങ്ങ് വിമർശിക്കാം, അങ്ങ് പറയാം. ഈ കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ അതിന്റെ ഒരു ഫീൽ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ ചില ആൾക്കാരൊക്കെ അങ്ങ് തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ അവര് കളത്തിലിറങ്ങിയപ്പോഴാണ് മുട്ടിടിക്കണത്. എങ്ങനെ എങ്ങനെ കളിക്കും എന്നല്ല, എങ്ങനെ നിൽക്കും, എങ്ങനെ പിടിച്ചു നിൽക്കും, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് പറയാം, എടോ മീശ പിരിച്ചു വെച്ചതുകൊണ്ടോ തലയിൽ കളർ അടിച്ചതുകൊണ്ടോ ഒന്നും നീ റോക്കെ ആവൂല കേട്ടോ, നീ ചാപ്പോ, അത് മതി. ഓക്കെ.